നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം ട്രെയിനിടിച്ച് കാട്ടാന ചരിഞ്ഞു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അരക്കോടി രൂപ വില വരുന്ന ഹെറോയിൻ പിടികൂടി. പട്ടാമ്പി നഗരസഭയിൽ UDFന്റെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. CPI V4 സഖ്യം ഭരണത്തിൽ തുടരും. ഇറച്ചിക്കോഴി മേഖലയും കനത്ത ചൂടിൽ തകർച്ച നേരിടുന്നു. വാർത്തകൾ വിശദമായി. ട്രെയിനിടിച്ച് കാട്ടാന ചരിഞ്ഞു. പാലക്കാട് കോയമ്പത്തൂർ പാതയിൽ കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപമാണ് അപകടം. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചാണ് അപകടം. അപകടത്തെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ എത്തി ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നു. 2:15 ആന ചരിഞ്ഞത്. അപകടത്തെ തുടർന്ന് അരമണിക്കൂർ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 2 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയുടെ തലയ്ക്കും പിൻഭാഗത്തും ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അപകട സമയത്ത് പരിസരത്തുണ്ടായിരുന്ന ആനകൾ ചിതറിയോടി. സംഭവത്തിൽ ലോക്കോ പൈലറ്റിന് നേരെ കേസെടുക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഈ മേഖലയിൽ ട്രെയിൻ വേഗപരിധി ലോക്കോ പൈലറ്റുമാർ കൃത്യമായി പാലിക്കുന്നില്ലെന്ന് വനംവകുപ്പ് ആരോപിച്ചു. കഞ്ചിക്കോട് ട്രെയിൻ അടിച്ച് കാട്ടാന ചെരിഞ്ഞ സംഭവം ഗൗരവമേറിയതാണെന്നും ഇതു സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തുടർച്ചയായി ട്രെയിൻ അപകടം മൂലം കാട്ടാനകൾ ചെരിയുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ടാണ് വനംവകുപ്പ് കാണുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് വാളയാർ മേഖലയിൽ സമാനമായ ഒരു സംഭവത്തിൽ കാട്ടാന ചരിയുകയുണ്ടായി. ആ ഘട്ടത്തിൽ അവിടെ കുറേ നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായി ആ പ്രദേശത്ത് ട്രെയിനുകളുടെ വേഗത ക്രമീകരിക്കുകയുണ്ടായി. 20 കിലോമീറ്റർ വേഗതയായിട്ടാണ് അവിടെ നിർണ്ണയിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട ആനയുമായി ബന്ധപ്പെട്ട ട്രെയിൻ ആ മേഖലയിൽ ഈ വേഗതാ നിയന്ത്രണം പാലിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ സംഭവം വാളയാറിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പിലാക്കാൻ റെയിൽവേ പലപ്പോഴും തയ്യാറായിരുന്നില്ലെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട. അരക്കോടി രൂപ വില വരുന്ന ഹെറോയിൻ പിടികൂടി. പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ചും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് സംയുക്തമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ദി ബ്രൂഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസിന്റെ മുൻവശത്തെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ തോൾ സഞ്ചിയിൽ നിന്നും തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച 6 സോപ്പ് പെട്ടികൾക്കുള്ളിലായി അടക്കം ചെയ്ത നിലയിൽ മാരക മയക്കുമരുന്നായ 65 ഗ്രാം ഹെറോയിൻ പിടികൂടി. പിടികൂടിയ ഹെറോയിന് വിപണിയിൽ അരക്കോടി രൂപയോളം വില വരും. സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മാരക മയക്കുമരുന്ന് കടത്തിയവരെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയതായി RPF എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. RPF ക്രൈം ബ്രാഞ്ച് ഇൻസ്പെക്ടർ N കേശവദാസ്, പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്ക്വാഡ് ഇൻസ്പെക്ടർ A ജിജി പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ RPF SI AP അജിത് അശോക്, ഹെഡ് കോൺസ്റ്റബിൾ N അശോക്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത് P, സുനിൽകുമാർ K, സിവിൽ എക്സൈസ് ഓഫീസർ ശരവണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പട്ടാമ്പി നഗരസഭയിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. CPIM V4 സഖ്യം ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭാ ഭരണത്തിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസമാണ് പരാജയപ്പെട്ടത്. ക്വാറം തികയാത്തതിനാൽ അവിശ്വാസം തള്ളിപ്പോവുകയായിരുന്നു. 28 അംഗ കൗൺസിലിൽ 13 പേര് മാത്രമാണ് എത്തിയത്. 14 അംഗങ്ങളുണ്ടെങ്കിലേ പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയുള്ളൂ. നിലവിൽ CPIM V4 സഖ്യം ഭരണത്തിൽ തുടരും. കൊടുംചൂടിൽ ഇറച്ചിക്കോഴി മേഖലയും തകർച്ചയിൽ. ഓരോ ദിവസം ചെറുകിട വ്യാപാരികൾ ഇറച്ചിക്കോഴികളെ ഇറക്കുമ്പോൾ നെഞ്ചിൽ ആവലാതിയുടെ തീയാണ്. അതിനു പുറത്തെ താപനിലയേക്കാൾ ചൂടാണ്. 1 മാസത്തിലേറെയായി ഈ പ്രതിസന്ധി തുടങ്ങിയിട്ട്. ഓരോ ദിവസത്തേക്കും കച്ചവടത്തിനുള്ള കോഴികളെ പുലർച്ചെയാണ് കടകളിൽ ഇറക്കുക. ചൂട് കൂടിയാൽ കോഴി തീറ്റയെടുക്കുന്നതും വെള്ളം കുടിക്കുന്നതും കുറയും. ഇത് തൂക്കത്തെ ബാധിക്കും. 150 കിലോഗ്രാമിൽ കച്ചവടം നടക്കുന്ന ചെറുകിട ഇറച്ചിക്കോഴി കടയിൽ തൂക്കം കുറയുന്നത് മൂലം ദിവസം 10 കിലോഗ്രാമിന്റെയെങ്കിലും കുറവ് കാണിക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതാത് ദിവസം കോഴികൾ വിറ്റുപോയില്ലെങ്കിൽ നഷ്ടത്തിന്റെ തോതും കൂടും. ചൂട് സഹിക്കാനാകാതെ 3 കോഴികളെങ്കിലും ദിവസേന ചാവുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 2000 രൂപയോളം ഒരു ദിവസം നഷ്ടം വരും.
കച്ചവടം പകുതിയോളമായതും വില ക്രമാതീതമായി ഉയരുന്നതും വ്യാപാരികളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അതിഥി തൊഴിലാളികളാണ് പല കടകളിലും ജോലിക്കുള്ളത്. കച്ചവടം കുറവാണെങ്കിലും ഇവർക്ക് കൂലിയും വാടകയും നൽകണം. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഭീമമായ പലിശയ്ക്ക് പല വ്യാപാരികളും കടമെടുത്തിട്ടുണ്ട്. കച്ചവടം കുറഞ്ഞതോടെ തിരിച്ചടവ് മുടങ്ങി. പലിശക്കാർ പലരും ഭീഷണി മുഴക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. വൻകിട ഫാമുകളിലും സമാന സാഹചര്യമാണ്. 5000 കോഴികളുള്ള ഒരു ഫാമിൽ ചൂട് സഹിക്കാൻ കഴിയാതെ ഒരു ബാച്ചിൽ 700ഓളം കോഴികളാണ് ചാവുന്നത്. 1.5 കിലോഗ്രാം തൂക്കം വരുന്ന കോഴികളാണ് ചാവുന്നതിൽ ഏറെയും. ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഹോം ഡെലിവറി ഉൾപ്പെടെയുള്ള കച്ചവടം വർദ്ധിക്കുന്ന സീസണാണ് അവധിക്കാലമെന്നും ഈ വർഷം അത് ഇല്ലെന്നുമാണ് ഹോട്ടൽ വ്യാപാരികൾ പറയുന്നത്. നാടൻ കലകൾ നിറഞ്ഞാടിയ വേലവരവോടെ ദേശക്കാഴ്ചയ്ക്ക് കൊടിയിറക്കം. നാടൻ കലാപാരമ്പര്യത്തിന്റെ തനിമയും ഗരിമയും വിളിച്ചോതിയ വേലവരവും കരിന്തലക്കൂട്ടത്തിന്റെ പാട്ടുപൊലിമയും ചവിട്ടുനാടകവും ദൃശ്യവിസ്മയം തീർത്ത പൈതൃകോത്സവത്തോടെ കുഴിക്കാട്ടുശ്ശേരി ദേശക്കാഴ്ചയ്ക്ക് സമാപനമായി. 3 ദേശങ്ങളിൽ നിന്ന് തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, വട്ടമുടി, കാളകളി, കുതിരകളി തുടങ്ങിയ നാടൻ കലകളുടെ അകമ്പടിയോടെ നടന്ന വേലവരവ് ദേശത്തിന്റെ ഉത്സവ കാഴ്ചയായി. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. മുടിയേറ്റ് കലാകാരൻ വാരനാട്ട് ശങ്കരനാരായണ കുറുപ്പ്, രാമചന്ദ്രൻ ശാസ്താംപാട്ട്, സുബ്രഹ്മണ്യൻ മാമ്പ്ര, പാക്കനാർ കലകൾ എന്നിവരെ രമേശ് കരിന്തലക്കൂട്ടം ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, അയ്യപ്പക്കുട്ടി ഉദിമാനം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, അംഗങ്ങളായ ധിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ, UK പ്രഭാകരൻ, PC ഷൺമുഖൻ, TV ഷാജു, ഓമന ജോർജ്, സവിത ബിജു, ജിഷ ബാബു, മിനി പോളി, രേഖ സന്തോഷ്, ഗ്രാമിക സെക്രട്ടറി EK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കരിന്തലക്കൂട്ടൻ നാടൻപാട്ടുകൾ, സെന്റ് റോക്കീസ് നൃത്തകലാഭവന്റെ വീരപടത്തലവൻ, ചവിട്ടുനാടകം എന്നിവയും കാണികൾക്ക് ആവേശം പകർന്നു. സമൂഹസദ്യയും നടന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് 21 ദിവസം നീണ്ടുനിന്ന ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത്. മോഹനം ചലച്ചിത്രോത്സവം, വേനൽമഴ, കുട്ടികളുടെ നാടകക്കളരി, കൊടിയേറ്റം, പഞ്ചാരിമേളം, നൃത്തോത്സവം, കാർന്നോരുകൂട്ടം, നാടകരാവ്, സംഗീതോത്സവം, പൈതൃകോത്സവം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. നടി കനകലത അന്തരിച്ചു. 63 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. മറവി രോഗവും പാർക്കിൻസൺസ് രോഗവും ബാധിച്ച് ചികിത്സയിലായിരുന്നു. 350-ലധികം സിനിമകളിൽ അഭിനയിച്ചിരുന്നു. നാടകത്തിൽ നിന്നായിരുന്നു സിനിമാ രംഗത്തേക്ക് എത്തിയത്. 30-ലധികം സീരിയലുകളിലും കനകലത വേഷമിട്ടു. പ്രമാണി, ഇന്ദുലേഖ, സ്വാതി തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട്. ചില്ല്, കരിയിലക്കാറ്റ് പോലെ, രാജാവിന്റെ മകൻ, ജാഗ്രത, കിരീടം, എന്റെ സൂര്യപുത്രിക്ക്, കൗരവർ, അമ്മയാണേ സത്യം, ആദ്യത്തെ കൺമണി, തച്ചോളി വർഗീസ്, ചേകവർ, സ്ഫടികം, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ്, മാട്ടുപ്പെട്ടി മച്ചാൻ, പ്രിയം, പഞ്ചവർണതത്ത, ആകാശഗംഗ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അവർ തന്റെ വേഷങ്ങൾ മികച്ചതാക്കി. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൂക്കാലമാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം. തരൂർ പഞ്ചായത്തിലെ MCFൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതായി പരാതി.
15-ാം വാർഡിലെ മിനി ഇൻഡസ്ട്രിയൽ ബിൽഡിംഗിലെ MC യൂണിറ്റിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് തരംതിരിച്ച് സംസ്കരണ യൂണിറ്റുകളിലേക്ക് കയറ്റിവിടാതെ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നതായി പറയുന്നത്. കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെയുള്ളതായി പറയുന്നു. മാലിന്യം കൃത്യമായി തരംതിരിക്കാതെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ആരോപിച്ച് UDF അംഗങ്ങളായ P. മനോജ് കുമാർ, സി. പ്രകാശൻ, ഓമന എന്നിവർ ഭരണസമിതിയിൽ കത്തു നൽകിയിരുന്നു. എന്നാൽ ക്ലീൻ കേരള കമ്പനിയാണ് പഞ്ചായത്തിൽ നിന്ന് മാലിന്യങ്ങൾ എടുക്കുന്നതെന്ന് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പറഞ്ഞു. 1.5 മാസമായി കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ മാലിന്യങ്ങൾ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കാത്തത് മൂലമാണ് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിന് തടസ്സം നേരിട്ടതെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഉപാധ്യക്ഷൻ അറിയിച്ചു. കളക്ടർ പങ്കെടുത്ത യോഗത്തിലും ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ മിനി ഇൻഡസ്ട്രിയൽ ബിൽഡിംഗിലാണ് MCF പ്രവർത്തിക്കുന്നതെങ്കിലും പഞ്ചായത്തിന് സ്വന്തമായി ഒരു MCF അടുത്ത വർഷം തുടങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പഞ്ചായത്തിന് അനുവദിച്ച സ്ഥലത്ത് തന്നെയാണ് മാലിന്യങ്ങൾ ഇട്ടിരിക്കുന്നത്. വ്യവസായ ബോർഡിന്റെ സ്ഥലമായതിനാൽ പുതിയ പ്രവൃത്തികൾ ചെയ്യുന്നതിന് അനുമതിയില്ല. അതിനാലാണ് തുറന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് ശേഖരിക്കേണ്ടി വരുന്നത്. ഇന്നലെ ഒരു ലോഡ് ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും മാലിന്യം നീക്കം ചെയ്യുമെന്ന് ഉപാധ്യക്ഷൻ പറഞ്ഞു. കാവിൽപ്പാട് റെയിൽവേ ഗേറ്റ് മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടു. മുന്നറിയിപ്പില്ലാതെ പാലക്കാട് ഒലവക്കോട് പ്രധാന റോഡിലെ കാവിൽപ്പാട് റെയിൽവേ ഗേറ്റ് ഉച്ചയോടെ 1.5 മണിക്കൂർ അടച്ചിട്ടത് വാഹനയാത്രക്കാരെ വലച്ചു. മുൻപുണ്ടായതുപോലെ അടച്ച ഗേറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാൽ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെന്നാണ് ആദ്യം കരുതിയതെങ്കിലും ട്രാക്ക് നവീകരണത്തിനുള്ള റെയിൽ പാനൽ ഇറക്കുന്നതിനെ തുടർന്നായിരുന്നു ഗേറ്റ് അടച്ചത്. ഇതോടെ ഗേറ്റിന്റെ ഇരുഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിരയായി. അത്യുഷ്ണത്തിൽ ഇരുചക്ര വാഹനങ്ങളിലും ചരക്കു വാഹനങ്ങളിലും റോഡിൽ ഒട്ടേറെ പേർ ബുദ്ധിമുട്ടി. 12-ന് അടച്ചിട്ട് ഗേറ്റ് 1:30-ക്കാണ് തുറന്നത്. നടപടിയെക്കുറിച്ച് ഒലവക്കോടോ ജൈനിമേട് ഭാഗത്തോ അറിയിപ്പ് സ്ഥാപിക്കാത്തത് അധികൃതരുടെ വീഴ്ചയാണെന്നും യാത്രക്കാർ പറഞ്ഞു. ട്രാക്കുകളിൽ എത്തിക്കുന്ന റെയിലുകൾ സാവധാനത്തിലാണ് ട്രാക്കിന് ഇരുവശത്തും ഇറക്കുക. ട്രെയിൻ സർവീസ് ഇല്ലാത്ത സമയമാണ് ഇതിന് തിരഞ്ഞെടുക്കുന്നത്. താമസിയാതെ ഇവിടുത്തെ റെയിൽ മാറ്റുന്ന നടപടികളും ആരംഭിക്കും. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി M. പുരുഷോത്തമന്റെ വിരമിക്കലിന്റെ ഭാഗമായുള്ള യാത്രയയപ്പ് ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. റൂറൽ ബാങ്ക് പ്രസിഡന്റ് P.N. മോഹനൻ അധ്യക്ഷനായി. മുൻ MLA-മാരായ ജോസ് ബേബി, കളത്തിൽ അബ്ദുള്ള, CPM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PR സുരേഷ്, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി A. അജയ്കുമാർ, TK സുബ്രഹ്മണ്യൻ, സദക്കത്തുള്ള പടലത്ത്, KPS പയ്യനടം, KC റിയാസുദ്ദീൻ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P. ഉദയൻ, ഭരണസമിതി അംഗം മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. TR സെബാസ്റ്റ്യൻ ചെയർമാനും P.N. മോഹനൻ കൺവീനറും 13 അംഗ രക്ഷാധികാരികളും ഉൾപ്പെടെ 501 അംഗ കമ്മിറ്റിയും വിവിധ സബ് കമ്മിറ്റികളുമാണ് രൂപവത്കരിച്ചിട്ടുള്ളത്. 27 വൈകുന്നേരം 4 നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആലത്തൂർ RTO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് തരൂർ ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് കണ്ണേട്ടൻ ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്നം മുഖ്യ അതിഥിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സബീന, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് സ്മിജ രാജൻ, KSU ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അബു താഹിർ, ബിപിൻ കോട്ടായി തുടങ്ങിയ ആളുകൾ പങ്കെടുത്തു. മേലാർക്കോട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജാദ് നന്ദിയും പറഞ്ഞു. ഷൊർണൂർ വാണിയംകുളം മേഖലകളിൽ ജലവിതരണം പ്രതിസന്ധി. ജില്ലയിൽ ഷൊർണൂർ വാണിയംകുളം മേഖലയിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ശുദ്ധജലം ലഭിക്കാതെ നെട്ടോട്ടമോടുമ്പോഴും പ്രദേശത്ത് ദാഹജലം ലഭ്യമാക്കാൻ കാര്യക്ഷമമായ നടപടികളോ ഇടപെടലുകളോ ഇല്ല. ഭാരതപ്പുഴയിൽ ജലം ലഭ്യമാകാതെ ജല അതോറിറ്റിക്കും ഒന്നും ചെയ്യാനാകില്ല. ഷൊർണൂർ മേഖലയിൽ പഴയ കുഴൽക്കിണർ പദ്ധതികൾ പുനരുപയോഗിക്കാനാകുമോ എന്ന
പരിശോധനയിലാണ് ജല അതോറിറ്റി. ഇവിടെ അതോറിറ്റിക്ക് കീഴിൽ 3 കുഴൽക്കിണർ പദ്ധതികളാണുള്ളത്. ഇതിൽ 2 ഉപയോഗിക്കാനാകുന്ന സ്ഥിതിയിലല്ല. 3ാമത്തെ കുഴൽക്കിണർ ഉപയോഗിക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. ഷൊർണൂർ വാണിയംകുളം പദ്ധതിക്ക് കീഴിൽ ഷൊർണൂരിൽ 5000 കണക്ഷനും വാണിയംകുളത്ത് 3000 ശുദ്ധജല കണക്ഷനുമുണ്ട്. ഇതുവഴി 1,00,000 പേർക്കാണ് പ്രതിദിനം വെള്ളം എത്തിക്കേണ്ടത്. 20 ദശലക്ഷം ലിറ്റർ ശുദ്ധജലം എത്തിക്കേണ്ടിടത്ത് 4 ദശലക്ഷം ലിറ്റർ പമ്പ് ചെയ്യാനുള്ള ജലം പോലും ലഭിക്കുന്നില്ല. ഇതുതന്നെ ഘട്ടം ഘട്ടമായാണ് പമ്പിംഗ്. ഇതേ തുടർന്ന് വാലറ്റ് പ്രദേശത്തേക്കും ഉയർന്ന മേഖലകളിലേക്കും ജലം എത്തുന്നില്ല. ഷൊർണൂർ തടയണയിലേക്ക് ജലം എത്തിച്ചാൽ മാത്രമേ ശുദ്ധജല പ്രതിസന്ധി പരിഹരിക്കാനാകൂ. ഇതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നു ജനം രോഷത്തോടെ പറയുന്നു. ശുദ്ധജല പ്രതിസന്ധി ഇത്രയേറെ രൂക്ഷമായിട്ടും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തലത്തിലും വെള്ളമെത്തിക്കാൻ നടപടി വൈകുകയാണ്. ആളിയാറിൽ നിന്ന് സെക്കൻഡിൽ 90 ഘനയടി തോതിലാണ് ചിറ്റൂർ പുഴയിലേക്ക് ജലം ലഭിക്കുന്നത്. ഇത് ഭാരതപ്പുഴയിൽ ജാവളം കടവ് തടയണ വരെ മാത്രമേ എത്തുന്നുള്ളൂ. ശേഷമുള്ള മീറ്റ്ന തടയണയിലേക്ക് ഗായത്രി പുഴയിൽ നിന്നാണ് നേരിയ തോതിലെങ്കിലും ജലം എത്തിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഭാരതപ്പുഴയിലെ തടയണകളിൽ ശുദ്ധജല പമ്പിങ്ങിന് ആവശ്യമായ ജലം ഉറപ്പാക്കുന്നതിലും ഫലപ്രദമായ നടപടികൾ ഉണ്ടായില്ലെന്ന് ആരോപണവുമുണ്ട്. തെങ്ങുകയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. ചിറ്റിലഞ്ചേരി തേങ്ങയിടാൻ കയറുന്നതിനിടെ തെങ്ങുകയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. മേലാർക്കോട് തെക്കേത്തറ പി മണികണ്ഠനാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. ഉടൻ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. ഭാര്യ ഗീത, മക്കൾ കൃഷ്ണ, സ്വരൂപ്, സൂര്യ. കിണറ്റിൽ വീണ കാളക്കുട്ടിയെ രക്ഷപ്പെടുത്തി. അട്ടപ്പാടി കൽക്കണ്ടിയിൽ കിണറിൽ വീണ തോട്ടത്തിൽ സിബി ലൂക്കോസിന്റെ കാളക്കുട്ടിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. വെള്ളവും ആൾമറയും ഇല്ലാത്ത കിണറ്റിനുള്ളിലേക്കാണ് കാളക്കുട്ടി വീണത്. റോപ്പിന്റെ സഹായത്തോടെ സേനാംഗങ്ങളായ ടിജി തോമസ്, ശോഭിൻദാസ് എന്നിവർ കിണറ്റിൽ ഇറങ്ങുകയും 2 ക്യാൻവാസ് ഹോസുകൾ ഉപയോഗിച്ച് കാളക്കുട്ടിയെ ബന്ധിച്ച് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ തിരികെ കയറ്റുകയായിരുന്നു. മണ്ണാർക്കാട് അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ടിജോ തോമസ്, MS ശോഭിൻദാസ്, വി സുജീഷ്, ടി സന്ദീപ്, വി വിഷ്ണു, ഹോംഗാർഡ് N അനിൽകുമാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. ആലത്തൂർ കാവശ്ശേരി ഭാഗത്ത് വയൽവരമ്പിൽ അബോധാവസ്ഥയിൽ കാണപ്പെട്ട ആൾ മരിച്ചു. പത്തനാപുരം ചേറുംകോട്ടിൽ പരേതനായ വേലായുധന്റെ മകൻ ജയനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4ഓടെയായിരുന്നു സംഭവം. ഗായത്രി പുഴയോരത്തെ കള്ളുഷാപ്പിന് സമീപം വയൽവരമ്പിൽ അബോധാവസ്ഥയിൽ കാണപ്പെട്ടതിനെ തുടർന്ന് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം മോർച്ചറിയിൽ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം ഇന്ന്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. മാതാവ് ദേവു, ഭാര്യ ബിന്ദു, മക്കൾ ആര്യ, അനശ്വര, അനഘ, സഹോദരങ്ങൾ ഗുരുവായൂരപ്പൻ, പ്രവീൺ, മമത. ആദിവാസി പുനരധിവാസ പദ്ധതി 1 വർഷം തികയും മുൻപ് വീടുകൾ വിണ്ടുകീറി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പുഴ പാമ്പത്തോട് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് പാങ്ങോട്ട് നിർമ്മിച്ച വീടുകൾ 1 വർഷം തികയും മുൻപ് വിണ്ടുപൊട്ടി. തറയും ഭിത്തിയും വിണ്ടുകീറിയതോടെ കുടുംബങ്ങൾ താമസം വീണ്ടും മലയിലേക്ക് മാറ്റി. കോളനിയിലെ തമ്പി, തങ്ക, ദീപു, രാജൻ, ശാന്ത തുടങ്ങിയവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ. ഇതുകാരണം ഇവർ മലയിൽ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. വിണ്ടുപൊട്ടിയ ഭാഗത്ത് സിമന്റ് തേച്ച് വിള്ളൽ അടച്ച നിലയിലാണ്. കരാറുകാരന്റെ ജോലിക്കാരാണ് വിള്ളൽ അടച്ചതെന്നാണ് ഊരുവാസികൾ പറയുന്നത്. രാജന്റെ വീടിന്റെ വാർപ്പ് അടർന്ന് മേൽക്കൂരയിൽ തുള വീണു. തമ്പി, തങ്ക, ശാന്ത എന്നിവരുടെ വീടുകളുടെ തറയാണ് വിണ്ടുപൊട്ടിയത്. ദീപുവിന്റെ ശുചിമുറി വിണ്ടുകീറി.
അടുപ്പിന്റെ പുകക്കുഴലുകൾക്ക് സ്ഥാപിച്ച ഭാഗം അടർന്നു പോന്ന വിധത്തിലാണ്. 2023 ഒക്ടോബറിലാണ് വീടുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. റീബിൽഡ് കേരളയിൽ നിന്ന് 9.1 കോടിയും പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് 1.8 കോടിയുമാണ് അനുവദിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം ട്രെയിനിടിച്ച് കാട്ടാന ചരിഞ്ഞു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കോടി രൂപ വില വരുന്ന ഹെറോയിൻ പിടികൂടി. പട്ടാമ്പി നഗരസഭയിൽ UDFന്റെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. CPI V4 സഖ്യം ഭരണത്തിൽ തുടരും. ഇറച്ചിക്കോഴി മേഖലയും കനത്ത ചൂടിൽ തകർച്ച നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.